today നമ്മൾ മൊഡ്യൂൾ 4 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊഡ്യൂൾ 4ലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഇത്രയും. ഇതിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഫങ്ഷൻ ആൻഡ് ലോജിക്കൽ ലാംഗ്വേജസിൽ ലാംഡ കാൽക്കുലസ് എന്ന ടോപ്പിക്കാണ്. സോ principal paradigms. The primitive language can be classified into any of this type like imperative or procedural, functional or applicative, object-oriented language, concurrent programming language, logic language, scripting language. Okay. അപ്പോൾ ഇമ്പരറ്റീവ് അല്ലെങ്കിൽ പ്രൊസീജിയർ ലാംഗ്വേജ് മീൻസ് നിങ്ങൾക്ക് അറിയാം സി പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതിന് എക്സാമ്പിളാണ് ഇമ്പരറ്റീവ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ്. അവിടെ നമ്മൾ എങ്ങനെയാണ് പ്രോഗ്രാം എഴുതുന്നത് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ആയിട്ടാണ്. ഓക്കെ. ഫങ്ഷണൽ ഓർ ആപ്ലിക്കേറ്റീവ് അതാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയാം. കൺകറൻറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫോർ എക്സാമ്പിൾ ജാവ. ലോജിക് ലാംഗ്വേജ് ദെൻ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഓക്കെ. സോ ഫങ്ഷണൽ ആൻഡ് ലോജിക് പാരഡിംസ്. Functional programming are specially designed. That means functional and logical programming are specially designed to handle symbolic computation and list processing application. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫങ്ഷണൽ അല്ലെങ്കിൽ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ സിംബോളിക് കമ്പ്യൂട്ടേഷൻ. ദാറ്റ് മീൻസ് മെയിൻലി മാത്തമെറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസ് അത് പെർഫോം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിൻലി ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മാത്തമെറ്റിക്കൽ ഫങ്ഷൻ. അപ്പോൾ നമ്മൾ പറയും സാധാ പ്രൊസീജിയറൽ ലാംഗ്വേജായ സിയിൽ നമ്മൾ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ സിയിൽ ഇൻ അഡീഷൻ ടു അഡീഷൻ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ചില സിംബോളിക് ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് സിമ്പിൾസ് വെച്ചിട്ട് നമുക്ക് പല ഓപ്പറേഷൻസും ചെയ്യാൻ പറ്റാത്ത കേസുകളുണ്ട്. സോ അങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുതപ്പെട്ട എല്ലാം സിംബോളിക് ഓപ്പറേഷൻസും പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് എന്ത് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് ഓർ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹാൻഡിൽ സിംബോളിക് കമ്പ്യൂട്ടേഷൻസ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ലിസ്റ്റ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ. ലിസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചാണ്. ലിസ്റ്റ് ഓപ്പറേഷൻസ് ഒക്കെ പഠിച്ചാണ്. എന്താ ലിസ്റ്റ്? ലിസ്റ്റ് ഇസ് എ ഡേറ്റ ടൈപ്പ് ദാറ്റ് ടേക്സ് കളക്ഷൻ ഓഫ് വാല്യൂസ് എസ് ഇൻപുട്ട് ആൻഡ് സം ടൈം പ്രൊഡ്യൂസ് കളക്ഷൻ ഓഫ് വാല്യൂസ് എസ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് സ്കീം. സ്കീം എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പറയുന്നത്. ഓക്കെ, സോ സം ഓഫ് ദ പോപ്പുലർ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻക്ലൂഡ് ലിസ്പ്, പൈത്തൺ, എർലാങ്, ഹസ്കൽ എക്സെട്ര. ലോജിക് പ്രോഗ്രാമിംഗ് ഈസ് ബേസ്ഡ് ഓൺ പ്രെഡിക്കേറ്റ് ലോജിക്. അപ്പോൾ നമ്മൾ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് മെയിൻലി യൂസ് ചെയ്യുന്നത് സിംബോളിക് കമ്പ്യൂട്ടേഷൻ ചെയ്യാനും അതുപോലെ ലോജിക് പ്രോഗ്രാമിംഗ് നമ്മൾ എന്തിനാണ് ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ പ്രെഡിക്കേറ്റ് ലോജിക്. നിങ്ങൾ S3-ൽ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്കൽ സ്ട്രക്ചറിൽ പഠിച്ചു അല്ലെ, പ്രെഡിക്കേറ്റ് ലോജിക്കും കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള ഓപ്പറേഷൻസ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം ചെയ്യാനാണ് അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് ലോജിക്കിനെ ബേസ് ചെയ്താണ് ഏത് വർക്ക് ചെയ്യുന്നത് ലോജിക് പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദ ലോജിക് പ്രോഗ്രാമിംഗ് ടാർഗറ്റഡ് അറ്റ് തിയറം പ്രൂവിംഗ് ലാംഗ്വേജസ്, ഓട്ടോമേറ്റഡ് റീസണിങ്, ഡേറ്റാബേസ് ആപ്ലിക്കേഷൻ. അപ്പം തിയറം പ്രൂവ് ചെയ്യാനായിട്ട് ഓട്ടോമേറ്റഡ് റീസണിങ്ങിന് ഡേറ്റാബേസ് ആപ്ലിക്കേഷനൊക്കെയാണ് നമ്മൾ എന്ത് മെയിൻലി യൂസ് ചെയ്യുന്നത് ലോജിക്കൽ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രെഡിക്കേറ്റ് ലോജിക് ആൻഡ് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ഈസ് ബേസ്ഡ് ഓൺ മാത്തമെറ്റിക്കൽ ഫങ്ഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹാൻഡിൽ സിംബോളിക് കമ്പ്യൂട്ടേഷൻ. ഓക്കെ, അത് ഓർത്ത് വച്ചേക്കാം. സോ ഫങ്ഷണൽ ലാംഗ്വേജസ് നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാൻ പോകണം. ദ മോഡൽ ഓഫ് കമ്പ്യൂട്ടേഷൻ ഈസ് ദ ലാംഡ കാൽക്കുലസ് ഓഫ് ഫങ്ഷൻ ആപ്ലിക്കേഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇവിടെ നമ്മൾ അറിയേണ്ടത് ഫങ്ഷണൽ ലാംഗ്വേജസിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ലാംഡ കാൽക്കുലസ് ആണ്. മോഡൽ ഓഫ് കമ്പ്യൂട്ടേഷൻ അതായത് ഫങ്ഷണൽ ലാംഗ്വേജസിൻ്റെ മോഡൽ ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ലാംഡ കാൽക്കുലസ് ആണ്. എന്താ ലാംഡ കാൽക്കുലസ് എന്നൊക്കെ നമ്മൾ അടുത്ത സ്ലൈഡ്സിൽ വരുമ്പോഴത്തേനും പറയും. ഓക്കെ, ദ മോഡൽ ഓഫ് കമ്പ്യൂട്ടേഷൻ ഇൻ ഫങ്ഷണൽ ലാംഗ്വേജസ് ഈസ് ലാംഡ കാൽക്കുലസ്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കാം. Then functional programming defines the output is a mathematical function of inputs with no notion of internal state and thus no side effects. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഇൻപുട്സ് കൊടുക്കുന്നു,
അവിടെ മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് അപ്ലൈ ചെയ്യുന്നു, അതുവഴി നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. ഇവിടെ ഇടയ്ക്ക് ഇൻ്റർമീഡിയറ്റ് ഉള്ള സ്റ്റേറ്റ്സോ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങളോ അങ്ങനെയൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തില്ല, സൈഡ് എഫക്ട്സ് ഇല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ഡിഫൈൻസ് the output as a mathematical function of inputs only, so there is no notion of internal state. ഇടയ്ക്ക് internal states ഇല്ല, അതുകൊണ്ട് തന്നെ എന്തില്ല, സൈഡ് എഫക്ട്സ് ഇല്ല. Okay, the functional programming defines the output of a program as a mathematical function of input. ഇൻപുട്ട് കൊടുക്കുന്നു, മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് അപ്ലൈ ചെയ്യുന്നു, ഔട്ട്പുട്ട് കിട്ടുന്നു. ഇവിടെ എന്തില്ല, സൈഡ് എഫക്ട്സ് അതുകൊണ്ട് തന്നെ ഇല്ല. പ്രോഗ്രാം കമ്പ്യൂട്ട്സ് ബൈ അപ്ലൈയിങ് എ ഫങ്ഷണൽ ഫോം ടു അൻ ആർഗ്യുമെൻറ്റ്. നമ്മൾ സാധാരണ സി പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ നമ്മൾ ഫങ്ഷനകത്ത് എന്താണ് പാസ് ചെയ്യാറുള്ളത്, ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ആണ് പാസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ 2 നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളൊരു ഫംഗ്ഷൻ എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഇൻറ്റ് എക്സ് കോമ ഇൻറ്റ് വൈ എന്നല്ലെങ്കിൽ ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി അങ്ങനെയല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഫംഗ്ഷനിലേക്ക് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ആർഗ്യുമെൻറ്റ്സിന് പകരം എന്താണ്, ഫംഗ്ഷൻ തന്നെയാണ് പാസ് ചെയ്യുന്നത്. ഓർത്തോളുക. Programs are built by composing simple functions into progressively more complicated ones. Recursion is the preferred means for repetition. ഓക്കെ, നമ്മൾ സാധാ പോലെ തന്നെ നമ്മളിവിടെ എങ്ങനെയാണ് ഫങ്ഷണൽ പ്രോഗ്രാമിൽ നമ്മൾ വലിയ പ്രോഗ്രാം ആണ് എങ്കിൽ അതിനെ എന്ത് ചെയ്യും, സ്മോളർ പ്രോഗ്രാംസ് ആക്കിയിട്ട് ഓരോ പ്രോഗ്രാമിനെ സിമ്പിളായിട്ടുള്ള ഓരോ പ്രോഗ്രാമിനെ എടുത്ത് ഫങ്ഷൻ വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ലേറ്റർ നമ്മളതിനെ ബൈൻഡ് ചെയ്ത് ഔട്ട്പുട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഫങ്ഷൻസിൽ പഠിച്ച പോലെ തന്നെ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ലാർജർ പ്രോഗ്രാം ആണെങ്കിൽ സിമ്പിളർ പ്രോഗ്രാംസ് ആക്കും. ഓരോ സിമ്പിൾ പ്രോഗ്രാമിനെ ഫങ്ഷൻ വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ലേറ്റർ നമ്മൾ ബൈൻഡ് ചെയ്യും. അപ്പോൾ അവിടെയും നമ്മൾ പല പ്രോഗ്രാംസും ഒരേപോലുള്ള ഫങ്ഷൻസ് അപ്ലൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ വലിയൊരു പ്രോഗ്രാം അതിനെ കുറേ സബ് പ്രോഗ്രാംസ് ആക്കി മാറ്റുന്നു. ആ സബ് പ്രോഗ്രാംസിലെല്ലാം നമ്മൾ ഒരേ ഫങ്ഷൻ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എല്ലാ സബ് പ്രോഗ്രാംസിനകത്തും നമ്മൾ അഡീഷൻ എന്നുള്ളൊരു ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഒറ്റ എടുത്ത് മാത്രം എഴുതിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, റിക്കേഴ്സീവ്ലി കോൾ ചെയ്താൽ മതി അല്ലേ. ഇപ്പോൾ റെപ്പറ്റീഷനായിട്ട് ഫങ്ഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നമ്മൾ പഠിച്ച റിക്കേർഷൻ എന്ന മെത്തേഡ് നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാം. ഓക്കെ, so the model of computation of functional programming language is what, lambda calculus. ഓർത്ത് വെച്ചേക്കാം. എക്സാമ്പിൾസ് ഓഫ് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ലിസ്പ്, ഹോപ്പ്, ML, സ്കീം, മിറാൻഡ, ഹാസ്കൽ, എർലാങ്. ഓക്കെ, ഫസ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ലിസ്റ്റ് പ്രോസസ്സിംഗ് ഇൻ 1960. ഓക്കെ, ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങിനെ നമുക്ക് രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. പ്യുവർ ഫങ്ഷണൽ ലാംഗ്വേജ് എന്നും ഇംപ്യുവർ ഫങ്ഷണൽ ലാംഗ്വേജ് എന്നും. പ്യുവർ ഫങ്ഷണൽ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഈ ടൈപ്പിലുള്ള ഫങ്ഷണൽ ലാംഗ്വേജ് ഫങ്ഷണൽ പാരഡിംസ് മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. എക്സാമ്പിൾ ഹാസ്കൽ. ഇംപ്യുവർ എന്ന് പറയുമ്പോൾ അത് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇമ്പരറ്റീവ്, ദാറ്റ് മീൻസ് പ്രൊസീജിയേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടും എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ ഇമ്പരറ്റീവും ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ഫീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇംപ്യുവർ ഫങ്ഷണൽ ലാംഗ്വേജ്. ഫങ്ഷണൽ പാരഡിംസ് മാത്രം സപ്പോർട്ട് ചെയ്യുന്നതാണ് പ്യുവർ ഫങ്ഷണൽ ലാംഗ്വേജസ്. ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങും ഊപ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ഇമ്മ്യൂട്ടബിൾ ഡേറ്റയാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒരു വട്ടം നമ്മളൊരു ഡേറ്റ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചേഞ്ചസ് ഒന്നും നമുക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഡേറ്റയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റം വരുത്താനായിട്ട് പറ്റില്ല. ഊപ്സിലാണെങ്കിൽ മ്യൂട്ടബിൾ ഡേറ്റ ആയിരിക്കും. ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ഫോളോ ചെയ്യുന്ന ഡിക്ലറേറ്റീവ് പ്രോഗ്രാമിംഗ് മോഡലാണ്. ഊപ്സ് ഒക്കെ ആണെങ്കിൽ ഇമ്പരറ്റീവ് ആണ് ഫോളോ ചെയ്യുന്നത്. ഫങ്ഷണൽ ഫോക്കസ് ഓൺ വാട്ട് യു ആർ ഡൂയിങ്. ഊപ്സിലാണെങ്കിൽ ഹൗ യു ആർ ഡൂയിങ്, എങ്ങനെയാണെന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഫങ്ഷണൽ പ്രോഗ്രാമിൽ സൈഡ് എഫക്ട്സ് ഇല്ല. കാരണം എന്താണ്, ഔട്ട്പുട്ട് ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻപുട്ട്സ് ഉള്ളിയാണ്. അവിടെ ഇൻ്റർണൽ സ്റ്റേറ്റ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് വാല്യൂസ് ഒന്നും ചേഞ്ച് ആവത്തില്ല. അതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സ് ഇല്ല. ഇവിടെ സൈഡ് എഫക്ട്സ് ഉണ്ട്. ഇവിടെ ഫ്ലോ കൺട്രോളർ ഫങ്ഷൻ കോളും റിക്കേർഷനും വഴിയാണെങ്കിൽ ഊപ്സിൽ സി പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണ്, ലൂപ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ റിക്കേർഷൻ ആണെങ്കിൽ അവിടെ ലൂപ്സും ഫോർ ലൂപ്പ് അങ്ങനെയുള്ള ലൂപ്സാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഫങ്ഷണലി എക്സിക്യൂഷൻ ഓർഡർ ഒരു ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ സിയിൽ എന്താണ്, എക്സിക്യൂഷൻ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. സപ്പോർട്ട് ബോത്ത് അബ്സ്ട്രാക്ഷൻ ഓവർ ഡേറ്റ് ആൻഡ് അബ്സ്ട്രാക്ഷൻ ഓവർ ബിഹേവിയർ. ഇവിടെ സപ്പോർട്ട് ഓൺലി അബ്സ്ട്രാക്ഷൻ ഓവർ ഡേറ്റ. ചിലപ്പോൾ ഡിഫറൻസ് എന്നും പറഞ്ഞ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഓർത്ത് വച്ചേക്കാം. സോ ഹിസ്റ്റോറിക്കൽ ഒറിജിൻ ഓഫ് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സോ the basic computational behind functional programming is lambda calculus and this model is introduced by Church. Okay, നമുക്കറിയാം ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് കമ്പ്യൂട്ടേഷൻ മോഡൽ എന്താണ് നമ്മൾ പറഞ്ഞു, ലാംഡ കാൽക്കുലസ് ആണ്. ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ചർച്ച് ആണ്.
ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ നോഷൻ ഓഫ് പാരാമീറ്ററൈസ്ഡ് എക്സ്പ്രഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പാരാമീറ്റേഴ്സോട് കൂടി വരുന്ന എക്സ്പ്രഷൻസ് ആണ് നമ്മൾ ലാംഡ കാൽക്കുലസിൻ്റെ ബേസിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സാധാരണ ഫംഗ്ഷൻസിൽ നമ്മൾ എന്ത് ചെയ്യാം, ഫംഗ്ഷൻ നെയിം കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ പാരാമീറ്റേഴ്സ് കൊടുക്കാം. ഇവിടെ പാരാമീറ്റർ പ്ലസ് എക്സ്പ്രഷനാണ്. പാരാമീറ്റേഴ്സ് മീൻസ് വാട്ട്? ആർഗ്യുമെൻറ്റ്സ്. പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ആർഗ്യുമെൻറ്റ്സ്. നമ്മൾ സാധാരണ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എവിടെയാണോ അത് ഡിഫൈൻ ചെയ്ത് അങ്ങോട്ട് പോയി ആ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഫോർമലിലേക്ക് പോയി അവിടെ എക്സിക്യൂഷൻ നടക്കുകയല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ ഫംഗ്ഷണൽ പ്രോഗ്രാമിങ്ങിൽ എന്താ സംഭവിക്കുക? പാരാമീറ്റർ പ്ലസ് എക്സ്പ്രഷനാണ്, ഒരുമിച്ചാണ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പാരാമീറ്റർ മീൻസ് ഫോർമൽ പാരാമീറ്റർ, എക്സ്പ്രഷൻ മീൻസ് വാട്ട്? ബോഡി ഓഫ് ദ ഫംഗ്ഷൻ. ഓക്കെ, ആ ഫംഗ്ഷൻ്റെ ബോഡിയും അതുപോലെ തന്നെ പാരാമീറ്റേഴ്സും കൂടെ ഒരുമിച്ചായിരിക്കും കൊടുക്കുക. ആ പാരാമീറ്റേഴ്സ് ആ ഫംഗ്ഷനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടെ എക്സിക്യൂഷൻ അങ്ങ് നടക്കും. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് സ്ലൈഡ്സിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് പാരഡിംസിൻ്റെ അല്ലെങ്കിൽ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സാണ് ഫസ്റ്റ് ക്ലാസ് ആൻഡ് ഹയർ ഓർഡർ ഫംഗ്ഷൻ, ഇംപ്ലിസിറ്റ് അല്ലെങ്കിൽ പാരാമെട്രിക് പോളിമോർഫിസം, പവർഫുൾ ലിസ്റ്റ് ഫെസിലിറ്റീസ്, സ്ട്രക്ചേർഡ് ഫംഗ്ഷൻ റിട്ടേൺസ്, ഫുള്ളി ജനറൽ അഗ്രിഗേറ്റ്സ്, ഗാർബേജ് കളക്ഷൻ. നിങ്ങൾ എഴുതപ്പെട്ട പേരുകളെല്ലാം ഇതിനകത്ത് കേട്ടിട്ടുള്ളതാണ് കഴിഞ്ഞ മൊഡ്യൂൾസിലൊക്കെ. അറിയാത്തവരാണ് ഫസ്റ്റ് ക്ലാസ് ആൻഡ് ഹയർ ഓർഡർ ഫംഗ്ഷൻ. എന്താണ് ഫസ്റ്റ് ക്ലാസ്? ഫസ്റ്റ് ക്ലാസ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം റൺ ടൈമിൽ തന്നെ നമുക്ക് എന്താണ് ഒരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇഫ് വി ക്യാൻ ക്രിയേറ്റ് എ ന്യൂ ഫംഗ്ഷൻ അറ്റ് റൺ ടൈം. താഴെ ഇട്ടിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ് വാല്യൂസ് മീൻസ് ദാറ്റ് പ്രോഗ്രാം ക്യാൻ ക്രിയേറ്റ് ന്യൂ ഫംഗ്ഷൻസ് അറ്റ് റൺ ടൈം. റൺ ടൈം സമയത്ത് പുതിയ ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഫീച്ചറിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ഫീച്ചർ എന്ന് പറയുന്നത്. ഇത് ഏതിൻ്റെ ഫീച്ചറാണ്? ഫങ്ഷണൽ ലാംഗ്വേജിൻ്റെ ഒരു ഫീച്ചറാണ്. അടുത്തയാണ് ഹയർ ഓർഡർ ഫംഗ്ഷൻ ടേക്സ് എ ഫംഗ്ഷൻ ആസ് എൻ ആർഗ്യുമെൻറ്റ് ഓർ റിട്ടേൺസ് എ ഫംഗ്ഷൻ ആസ് എ റിസൾട്ട്. നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് സാധാരണ സി പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു സബ് റൂട്ടീനകത്ത് നമുക്ക് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരിക്കലും ഫങ്ഷൻസിനെ പാസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷേ എന്താണ് ഹയർ ഓർഡർ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹയർ ഓർഡർ ഫംഗ്ഷൻ മീൻസ് നമുക്കൊരു സബ് റൂട്ടീനകത്തോട്ട് ഒരു ഫംഗ്ഷനെ ഇൻപുട്ടായി കൊടുക്കാം. അല്ല എങ്കിൽ ഒരു സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ടായിട്ട് നമുക്കൊരു ഫംഗ്ഷൻ തന്നെ ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഒന്നീ ഒരു സബ് റൂട്ടീനിലേക്ക് ഫംഗ്ഷനെ ഇൻപുട്ടായിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ഫംഗ്ഷൻസിന് ഇൻപുട്ടായിട്ട് കൊടുത്ത് പഠിക്കാറുണ്ടോ? ഇല്ല. ഒരു സബ് റൂട്ടീനകത്ത് ഒന്നീ ഫംഗ്ഷൻ ഇൻപുട്ടായിട്ട് കൊടുക്കുക, അല്ല എങ്കിൽ ഔട്ട്പുട്ട് ഒരു ഫംഗ്ഷനായിട്ട് കിട്ടുക. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹയർ ഓർഡർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദീസ് ആർ ഫംഗ്ഷൻസ് വിച്ച് ടേക്ക് ഫംഗ്ഷനസ് ഇൻപുട്ട് ആൻഡ് സംടൈംസ് പ്രൊഡ്യൂസ് ഫംഗ്ഷനസ് ഔട്ട്പുട്ട്. ഇതിനെയാണ് നമ്മൾ ഹയർ ഓർഡർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടെണ്ണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഫങ്ഷണൽ ലാംഗ്വേജസിൻ്റെ ഒരു ഫീച്ചറാണ്. ഓക്കെ, അടുത്തയാണ് നോ സൈഡ് എഫക്ട്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഫോർ എക്സാമ്പിൾ ഒരു ഇപ്പോൾ സിയിൽ ഒരു പ്രോഗ്രാം നമ്മൾ എടുക്കുക. ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ ഫംഗ്ഷനകത്ത് നമ്മൾ ഇൻപുട്ട് കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറൊരു ഫംഗ്ഷൻ ആ വാല്യൂസിനെ ആക്സസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ വാല്യൂസ് ചേഞ്ച് ചെയ്യുകയും നമുക്ക് എറർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഫങ്ഷണൽ ലാംഗ്വേജസിനകത്താണെങ്കിൽ ഇൻപുട്ട് കൊടുക്കുന്നു, ഡയറക്റ്റ് ഔട്ട്പുട്ട് കൊടുക്കുന്നു, ഇടയ്ക്ക് എന്തില്ല? ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്തില്ല? സൈഡ് എഫക്ട്സ് ഉണ്ടാകത്തില്ല. ഓക്കെ, ദെൻ ഹയർ ഓർഡർ ഫംഗ്ഷൻ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാംഡ കാൽക്കുലസിൻ്റെ സിൻടാക്സ് ആണ് പറയാൻ പോകുന്നത്. ലാംഡ കാൽക്കുലസ് ഇൻക്ലൂഡ്സ് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്പ്രഷൻസ്. ഇപ്പോൾ ലാംഡ കാൽക്കുലസിനകത്ത് ഇതിലേതെങ്കിലും ഒരു എക്സ്പ്രഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നി ഇ ഇസ് ഈക്വൽ ടു എക്സ്. ഇ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പ്രഷൻ. ഇസ് ഈക്വൽ ടു എക്സ്. എക്സ് മീൻസ് വേരിയബിൾ. നമ്മൾ TOCയിലൊക്കെ നിങ്ങൾ ഈ ഒരു ഗ്രാമറൊക്കെ പഠിച്ചപ്പോൾ ഈ ഒരു കുറച്ച് മോഡൽസ് പറഞ്ഞില്ലേ? അപ്പോൾ അതുപോലെ ഉള്ള കാര്യമാണ് ഇവിടെ. ഇപ്പോൾ ലാംഡ കാൽക്കുലസിൻ്റെ സിൻടാക്സ് ആണ്, ഇറ്റ് ക്യാൻ ഇൻക്ലൂഡ് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്പ്രഷൻ. ഒന്ന് ഇ ഇസ് ഈക്വൽ ടു എക്സ്, അല്ലെങ്കിൽ ഇ ഇസ് ഈക്വൽ ടു E1 E2. അതിന് നമ്മൾ ഫംഗ്ഷൻ ആപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. അടുത്താണ് ഇ ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് ഡോട്ട് ഇ. ഓക്കെ, ഇവിടെ ലാംഡ എക്സ് ഡോട്ട് ഇയെ നമ്മൾ ലാംഡ അബ്സ്ട്രാക്ഷൻ എന്നും ഇയെ നമ്മൾ ലാംഡ എക്സ്പ്രഷനാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊക്കെ വിട്ടേക്കുക. നിങ്ങൾ ആദ്യം 3 എക്സ്പ്രഷൻസ് ആ സിൻടാക്സ് മാത്രം പഠിക്കുക. ഒന്ന് ഇ ഇസ് ഈക്വൽ ടു എക്സ്, അല്ലെങ്കിൽ ഇ ഇസ് ഈക്വൽ ടു E1 E2, അല്ലെങ്കിൽ ഇ ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് ഡോട്ട് ഇ. ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് പഠിക്കാൻ പോകണം. ഫംഗ്ഷൻ ക്രിയേഷനാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഫംഗ്ഷൻ ക്രിയേഷനകത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം എൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്? ലാംഡ എക്സ് ഡോട്ട് ഇ. ഓക്കെ, ലാംഡ എക്സ് ഡോട്ട് ഇ. ഈ ലാംഡ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ പേരാണ്. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷൻ എഴുതുമ്പോൾ ഒരു നെയിം കൊടുക്കാറുണ്ട്.
ഇപ്പോൾ അഡീഷൻ ആണെങ്കിൽ ആഡ് എന്ന് കൊടുക്കും അല്ലേ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നെയിം ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ നമ്മൾ ജസ്റ്റ് ലാംഡ എന്ന് കാണിച്ചാൽ മതി. നെയിംലെസ് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണോ എന്ത് യൂസ് ചെയ്യുന്നത്? ലാംഡ ഇൻഡിക്കേറ്റ്സ് നെയിംലെസ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ലാംഡ എന്ന് വെച്ചാൽ മനസ്സിലായേ, ഇ എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ ഇ ഈസ് ഈക്വൽ ടു ലാംഡ എക്സ് ഡോട്ട് ഇ. ലാംഡ എന്താണ്? ലാംഡ ഇൻഡിക്കേറ്റ്സ് നെയിംലെസ് ഫംഗ്ഷൻ. ഇനി എക്സ് എന്താണ്? ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ്. എക്സ് എന്താണ്? ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ്. ഇ എന്താണ്? ബോഡി ഓഫ് ദ ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ ബോഡി. നമുക്ക് സാധാരണ ഒരു ഫംഗ്ഷനകത്ത് എന്തൊക്കെയുള്ള? ഫംഗ്ഷൻ്റെ പേരുണ്ട്, ഫംഗ്ഷന് പാരാമീറ്റേഴ്സ് ഉണ്ട്, ഫംഗ്ഷന് ബോഡിയുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ വോയിഡ് ആഡ്, സീല പറയുമോ? വോയിഡ് ആഡ് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി ബ്രാക്കറ്റ് ഓപ്പൺ എക്സ് ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ നമ്മളൊക്കെ എഴുതാറില്ലേ. അപ്പോൾ എയും ബിയും ഒക്കെ എന്താ? പാരാമീറ്റേഴ്സ്. സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഓക്കെ, ആഡ് എന്നുള്ളത് ഫംഗ്ഷൻ്റെ പേര്. അതുപോലെ തന്നെയാണ് ഇവിടെ ലാംഡ എന്ന് പറയുന്നത് ഒരു നെയിംലെസ് ഫംഗ്ഷനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എക്സ് എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റ്സ്, ഇ എന്ന് പറഞ്ഞ ബോഡി ഓഫ് ദ ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫംഗ്ഷൻ ആപ്ലിക്കേഷൻ. നമ്മളിവിടെ പറഞ്ഞ രണ്ടാമത് E1 E2. ഓക്കെ, ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് സ്കീം എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മളൊരു ടു ക്രിയേറ്റ് എ ഫംഗ്ഷൻ ഇൻ സ്കീം 1 ഇവാലുവേറ്റ്സ് എ ലാംഡ. സ്കീം എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഇത് വെച്ചിട്ട് ഫസ്റ്റ് കണ്ടോ, എപ്പോഴും സ്കീം എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്തായിക്കോട്ടെ അവിടെ പാരാന്തസിസിനകത്തായിരിക്കും നമ്മളിത് എഴുതുന്നത്. ഇപ്പോൾ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ലാംഡ, ഒന്നീ സിമ്പിൾ ലാംഡ എന്ന് കൊടുക്കുക അല്ലെങ്കിൽ വെറുതെ ലാംഡ എന്ന് കൊടുക്കാം. കണ്ടോ, ബ്രാക്കറ്റിനകത്ത് ആ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റർ കൊടുക്കുന്നു, എന്താ? എക്സ്. നിങ്ങൾക്ക് നോക്കിയറിയാം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയേക്കുന്നത് ഒരു നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ്. എങ്ങനെ? നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് 3യുടെ സ്ക്വയർ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 3 × 3 9 അല്ലേ. അപ്പോൾ അതുപോലെ എക്സ് ആണെങ്കിൽ എക്സ് ഇൻറ്റു എക്സ്, എക്സിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ 9, 2 ആണെങ്കിൽ 4 അല്ലേ, 2 × 2. അപ്പം എൻ്റെ ആർഗ്യുമെൻ്റ് എന്താണ്? 2 ആണ്. ആ 2നെയാണ് ഞാൻ എക്സ് എന്നുള്ള ആർഗ്യുമെൻറ്റിലേക്ക് കൊടുക്കുന്നത്. സോ ലാംഡ, ഒന്നീ ലാംഡ എന്നുള്ള സിമ്പിൾ കൊടുക്കുക അല്ലെങ്കിൽ ലാംഡ എന്ന് കൊടുക്കാം. ബ്രാക്കറ്റിനകത്ത് ആർഗ്യുമെൻ്റ് ഏതാണ്? എക്സ്. എന്നിട്ട് സ്കീം എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രിഫിക്സ് നൊട്ടേഷനാണ് ഫോളോ ചെയ്യുന്നത്. പ്രിഫിക്സ് നൊട്ടേഷൻ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആദ്യമേ നമ്മൾ എന്ത് കൊടുക്കണം? ആ ഓപ്പറേറ്റർ കൊടുക്കണം. ഓപ്പറേറ്റർ ഏതാ? നമ്മൾ സ്ക്വയർ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഇൻറ്റു ചെയ്തല്ലേ സ്ക്വയർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സ്റ്റാർ എന്നുള്ള ഓപ്പറേറ്റർ. ദെൻ എന്താണ് ഓപ്പറേഷൻ? ആ ബോഡി എന്താണ്? എക്സ് ഇൻറ്റു എക്സ് അല്ലേ, അതാണ് എക്സ് എന്ന് കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ലാംഡ എന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഫംഗ്ഷൻ്റെ പേര് കാണിക്കുകയാണ്. ആദ്യത്തെ എക്സ് എന്താണ് കാണിക്കുന്നത്? ആർഗ്യുമെൻ്റ് ആണ് കാണിക്കുന്നത്. അടുത്ത ബ്രാക്കറ്റ് സ്റ്റാർ എക്സ് എന്താ കാണിക്കുന്നത്? എക്സ് ഇൻറ്റു എക്സ് എന്നുള്ള ഓപ്പറേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് സ്ക്വയർ ഓഫ് എ നമ്പർ കണ്ടുപിടിക്കുന്ന ഒരു ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ലാംഡ ഫംഗ്ഷൻ നെയിം, അടുത്ത എക്സ് ആർഗ്യുമെൻറ്റ്, അടുത്ത സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറേറ്റർ. ദെൻ എക്സ് എന്ന് വെച്ചാൽ ബോഡി ഓഫ് ദ സ്റ്റാർ എക്സസ് എന്ന് വെച്ചാൽ തന്നെ ബോഡി ഓഫ് ദ ഫംഗ്ഷനാണ്. അതായത് ഒരു നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു ഓപ്പറേഷൻ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.